കുളങ്ങാട്ടുകുഴിയിൽ വന്യമൃഗ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പിന്റെയും അധികാരികളുടെയും ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരാതി. പശുവിനെ കൊന്നത് കടുവ തന്നെയെന്ന സംശയം. സംഭവത്തിൽ നാട്ടുകാർ KCV ന്യൂസുമായി ആശങ്ക പങ്കുവച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളങ്ങാട്ടുകുഴി എന്ന പ്രദേശത്താണ്. ഇത് പിണ്ടിമന പഞ്ചായത്തിൻ്റെയും കോട്ടപ്പടി പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ്. മലയോര മേഖലയാണ്. ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി പശുവിനെ ആക്രമിച്ചു കൊന്നത്. ചാക്കോ എന്നയാളുടെ പശുവിനെയാണ് ആക്രമിച്ചു കൊന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ഇതിന് തൊട്ടടുത്തായിട്ടാണ്. അദ്ദേഹത്തോട് തന്നെ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. വെള്ളിയാഴ്ച രാവിലെ വീടിനടുത്തുള്ള പ്രദേശത്ത് പശുവിനെ കെട്ടിയിട്ട് പോയതാണ് ചാക്കോ. ഉച്ചയോടടുത്ത് അടിക്കാൻ ചെന്നപ്പോൾ പശുവിനെ കാണാനില്ല. തിരച്ചിലിൽ വനപ്രദേശത്ത് ജഡം കണ്ടെത്തുകയായിരുന്നു. പിൻഭാഗത്തെ ഇറച്ചി കടിച്ചു തിന്ന നിലയിലായിരുന്നു. വലിയ നഷ്ടമാണ് തനിക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് ചാക്കോ പറയുന്നു. പ്രായമായതിനാൽ വേറെ പണിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് കാലി വളർത്തൽ തുടരുകയാണെന്നും ചാക്കോ തന്റെ വേദന പങ്കുവയ്ക്കുന്നു. ഇന്നലെ രാവിലെ കറന്നു കഴിഞ്ഞ് കാട്ടിലേക്ക് വിട്ടതാണ്. 10:30 ചെന്നപ്പോൾ കന്നാലി അവിടെ ഉണ്ട്. 12:30 ചെന്നപ്പോഴാണ് 2 അവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണം ഇങ്ങനെ എന്തോ മൃഗങ്ങൾ പിടിച്ച് ചത്തു കിടക്കുന്നത് കണ്ടത്. ഒരേ ഭാഗം നിന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ലൈനെ അടിച്ച് ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഫോറസ്റ്റുകാർ വന്ന് അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി അവിടെ നിന്ന് അത് മാറ്റിക്കൊണ്ട് പോയി അകലേട്ട് ആ മൃഗം തന്നെ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നരീ ഇപ്പോൾ കുറച്ച് വക്കീലോടൊന്ന് നിർത്തുക, അല്ലെങ്കിൽ വളക്കൽ നിർത്തുക. അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. കാരണം വേറെ ഒന്നും പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കന്നാലികൾ നടക്കണേ. അപ്പം അതും നിർത്തേണ്ടി വരും. ചാക്കോയുടെ അവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും അവസ്ഥ. കാലി വളർത്തിയും കൃഷി ചെയ്തും കൂലിപ്പണിയെടുത്തും ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഏറെയും. കൃഷി ചെയ്താൽ ഫലമൊന്നും കിട്ടാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആനയും പുലിയും കടുവയും പന്നിയും കുരങ്ങനുമെല്ലാം കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. മുമ്പും വന്യജീവി ആക്രമണത്തിൽ പ്രദേശവാസികളുടെ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചാക്കോ പറഞ്ഞു. എൻ്റെ ഒരു പശുവിനെ പിടിച്ചു. ഇവിടെ അറിഞ്ഞാണി ജോർജുട്ടിയുടെ 2 പശുവിനെ പിടിച്ചു. പിന്നെ മുടിയിൽ ചെന്നപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ കന്നാലിനെ ചെന്നപ്പോൾ പിടിച്ച് ചത്ത് കിടക്കണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന മൃഗമെന്നല്ല, ഇതുപോലെ മുടിച്ചെന്തെങ്കിലും മൃഗം, അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ പുലി ഇങ്ങനെ പിടിച്ചതായിട്ട് പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാരൻ കൂടിയായ പൊതുപ്രവർത്തകൻ ബിനിൽ വാവേലി പറയുന്നു. വൈകുന്നേരം രാവിലെയൊക്കെ നടക്കുന്ന ആളുകൾ, അതുപോലെ ബസ് ഇറങ്ങി വീടുകളിലേക്ക് പോകുന്ന ആളുകൾ എല്ലാവർക്കും ഒരു വലിയൊരു ആശങ്ക, പുതിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയിൽ ഇപ്പോൾ ആന വന്നിട്ട് വീടിൻ്റെ പുറകിൽ വരെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഫോറസ്റ്റിലെ വാച്ചർമാർ പോലും വന്ന് ഓടിച്ചിട്ട് പോകാത്തൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഓടിക്കുന്നവരുടെ കയ്യിൽ ഇതിന് മതിയായ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ അവരും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ആനയെ ഓടിക്കുന്ന പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കടുവ കൂടി വന്നിരുന്ന ഒരു സാഹചര്യം ആളുകൾക്ക് മൊത്തത്തിൽ ഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ചെയ്യാം എന്ന പറച്ചിലല്ലാതെ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികളും രാഷ്ട്രീയക്കാരും വന്നു കണ്ടു പോകുന്നതല്ലാതെ ഒന്നും ചെയ്യാറില്ലെന്ന് ചാക്കോ പറയുന്നു. ഈ എല്ലാവരും ഈ പറച്ചിലല്ലാണ്ട് വേറെ വല്ല കാര്യങ്ങൾ നടക്കണമല്ലോ. ഇപ്പം ഇന്ന് പ്രസിഡന്റ് വന്നിച്ച് പോയി, അകത്തേക്ക് അവർ വന്നിട്ടില്ലല്ലോ. അവർ പറഞ്ഞാൽ അത് കൂട് വെച്ചിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞല്ലേ പോയേക്കണേ. അതൊന്നും നടക്കില്ല. പിന്നെ MLA വരാമെന്ന് പറയുന്നതാണ് ഇന്നലെ ഒരുത്തൻ എന്നോട് പറഞ്ഞത്. MLA ഒന്നും വന്നില്ല. MLA ഞാൻ അറിയണമല്ലേ, അതിൻ്റെ കൂട്ടുകാരനല്ലേ. അവരൊന്നും വന്നിട്ടില്ല. അവരൊക്കെ വരുമായിരിക്കും. വന്നിട്ടില്ലെന്നേ കാര്യം. പിന്നെ ഇത് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവിടെ നേരെ ബലപ്പെടുത്തി ഫെൻസിങ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കാവൽ ഏർപ്പെടുത്തുക. അല്ലാണ്ട് നമ്മളിവിടെ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പശു കൊല്ലപ്പെട്ട സംഭവമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പശുവിനെ കൊന്ന ജീവിയെ പിടികൂടാനുള്ള നടപടികൾ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാർത്ത ചെയ്താൽ കള്ളക്കേസ് എടുക്കുമെന്ന് KCV വാർത്താ സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ. ക്യാമറമാൻ അനീഷ് രാജീവിനൊപ്പം ശ്യാംകുമാർ, KCV ന്യൂസ്.